ഇത് ഞങ്ങളുടെ ആദ്യ മൂകാംബിക യാത്രയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ബാഗും തോളിലിട്ട് സ്കൂളിൽ പോണ കാലം തൊട്ടേ അച്ഛനും അമ്മയും പ്ലാൻ ചെയ്ത് കേൾക്കുന്ന ഒരു യാത്രയാണ്. ഒടുവിൽ സ്കൂൾ ബാഗിൻ്റെ വലിപ്പവും കൂടി വന്നു. ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾക്കും വഴിമാറി. എന്നിട്ടും പ്ലാനിങ്ങിനൊരു കുറവുണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി. ചരിത്രം ആവർത്തിക്കുമെന്ന് പറഞ്ഞ പോലെ അന്ന് അച്ഛനും അമ്മയും പ്ലാൻ ചെയ്ത പോലെ ഞങ്ങളും പ്ലാൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇന്നൊരു മാറ്റമുണ്ട്. ഇന്ന് എന്തൊക്കെയായാലും ഒരു വിട്ടുവീഴ്ചയില്ലാണ്ട് ഞങ്ങൾ മൂകാംബികയിൽ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ട്രെയിനിൽ പോകാനായിരുന്നു ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത്. ഡേറ്റ് കൺഫേം ആയ ഒരു 3 ആഴ്ച മുൻപ് തന്നെ ട്രെയിൻ ടിക്കറ്റ് നോക്കി. പക്ഷേ ഞങ്ങൾക്ക് ഒരു ടിക്കറ്റും കിട്ടിയിട്ടില്ലായിരുന്നു. ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നല്ല തിരക്കാണ്. അപ്പോൾ അന്നത്തെ ദിവസങ്ങളിൽ ടിക്കറ്റ് കിട്ടാൻ ബാക്കിയുള്ള ദിവസങ്ങളെക്കാളും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാസം മുമ്പോ അതിനേക്കാൾ മുമ്പോ നമ്മൾ ടിക്കറ്റ് നോക്കണം. ടിക്കറ്റ് നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ട്രെയിൻ കിട്ടാണ്ടായപ്പോൾ ഇനി യാത്ര നീട്ടി വെച്ചാലോ എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ എത്തി നിൽക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം മൂകാംബികയിൽ പോയി വന്ന ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് യാത്ര നീട്ടി വെക്കേണ്ട, പകരം ഒരു വണ്ടി വിളിച്ച് പോകാം എന്നൊരു തീരുമാനത്തിലെത്തുന്നത്. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ബൈൻഡൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഏകദേശം ഒരു 30 കിലോമീറ്റർ അകലെയാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വണ്ടി വിളിച്ചോ അല്ലെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ബസ് മാർഗമോ നമുക്ക് ക്ഷേത്രത്തിലെത്തിച്ചേരാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 800 മീറ്റർ അകലെയാണ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ മൂകാംബിക ക്ഷേത്രത്തിലെത്താം. പെർ ഹെഡ് 50 രൂപയാണ് ബസ് ചാർജ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 11 പേരടങ്ങുന്ന യാത്രയായിരുന്നു. അതിൽ പ്രായമായവരും കുട്ടികളും ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ബാഗും പിടിച്ച് ഒരു ബസ് യാത്ര ഞങ്ങൾ എന്തായാലും തിരഞ്ഞെടുക്കില്ല. അവിടെ നിന്നും ഒരു ടാക്സി വിളിക്കും. എല്ലാവരും അതിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ 2 വണ്ടി വിളിക്കേണ്ടതായിട്ടും വരും. ഞങ്ങൾ ഒരിക്കലും ഒരു വണ്ടി വിളിച്ചു പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ട്രെയിൻ ഇല്ലെങ്കിൽ ബസ് മാർഗമോ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് മൂകാംബികയിലേക്ക് പോവാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉടുപ്പി മുരുടേശ്വരം കൂടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിനും ടാക്സി വിളിക്കേണ്ടതായിട്ട് വരും. പോരാത്തതിന് വെയിറ്റിംഗ് ചാർജും ഒക്കെ ചിന്തിച്ചപ്പോൾ ഒരു വണ്ടി വിളിച്ച് പോകുന്നതല്ലേ നല്ലതെന്ന് തോന്നി. പിന്നെ കുടജാദ്രി യാത്രയിൽ കെട്ടിനഹോൾ എന്നൊരു ഗ്രാമം വരെ നമുക്ക് സ്വന്തം വണ്ടിയിൽ തന്നെ പോവാം. അങ്ങനെയാണെങ്കിൽ ഒരു ജീപ്പിൽ എല്ലാവർക്കും കൂടെ 1500 രൂപയും പിന്നെ എൻട്രി ഫീ അടക്കം 2000 രൂപയ്ക്കുള്ളിൽ പോയി വരാം. അതിലുപരി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കംഫർട്ടബിളായി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വണ്ടി തന്നെ ശരണം. വണ്ടി ചാർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 11 പേരടങ്ങുന്ന ടീമാണെന്ന് പറഞ്ഞല്ലോ. ഷെയർ ചെയ്താണ് ചിലവുകൾ എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കൂടുതൽ ഭാരമൊന്നും എടുക്കേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. അതിനോടൊപ്പം ഈ യാത്രയ്ക്ക് ഞങ്ങളുടെ മോളെ എഴുത്തിനിരുത്താൻ പോണ ഒരു സന്തോഷം കൂടി ആയപ്പോൾ നീട്ടി വെക്കാതെ പെട്ടെന്ന് തന്നെ പോവാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റൂമിൻ്റെ കാര്യമാണ്. റൂം നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ പഴനി പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം വെച്ചിട്ട് ഞങ്ങൾ ആദ്യം തന്നെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയത്. പ്രത്യേകിച്ച് അന്വേഷിച്ച സമയത്ത് ഇതേപോലെ തന്നെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ മൂകാംബികയിൽ നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ റൂമാണെങ്കിലും റൂം കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ ചാർജും റൂമിനൊക്കെ വരും. അവർ തന്ന നമ്പറിൽ വിളിച്ചിട്ട് ഞങ്ങൾ റൂം ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. രാവിലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂകാംബിക എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവരെ വിളിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ലോഡ്ജിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത്. ഇതാണ് താന്ത്രിക് ലോഡ്ജ്. ഇവിടെയാണ് ഞങ്ങൾക്കുള്ള റൂം കിട്ടിയത്. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത മംഗളമ്മ എന്ന് പറയുന്ന അവരെയാണ് ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തത്. അവർ ഇവിടുത്തെ ഇപ്പോൾ പൂജ ചെയ്യുന്ന നിത്യാനന്ദ അടിക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ ഈ മംഗളമ്മയുടെ ഭർത്താവും ഇവിടെ ആദ്യം പൂജ ചെയ്തിരുന്നു. അപ്പോൾ ഇവർ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് അറിയുന്നത്. മംഗളമ്മയുടെ യഥാർത്ഥ പേര് മംഗള ഗൗരി എന്നാണ്. അപ്പോൾ അവർ സ്നേഹപൂർവ്വം അങ്ങനെ വിളിക്കുന്നതാണ്, മംഗളമ്മ എന്നുള്ള പേരിൽ വിളിക്കുന്നതാണ്.
ഞങ്ങൾ താന്ത്രിക് ലോഡ്ജിൽ എത്തിയിട്ട് ഞങ്ങൾ റിസപ്ഷനിൽ പോയി. അവിടുന്ന് റൂമിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ റൂമിൽ ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഞങ്ങൾ മംഗളമ്മേൻ്റെ പേരും പറഞ്ഞപ്പോൾ അമ്മേനെ വിളിച്ചിട്ടാണ് അവർ ഞങ്ങളോട് റൂമിൻ്റെ നമ്പറും വിളിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് അവർ റൂം തന്നത്. ഇവിടെ ഒരു റൂമിന് 1000 രൂപയായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 2 റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. റൂം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. ഇതേപോലെ തന്നെ നമുക്ക് കിടക്കാനൊരു കട്ടില്, അലമാര ഉണ്ട്, അതുപോലെ ചെറിയൊരു മേശ പോലൊരു സെറ്റപ്പ് ഉണ്ട്, പിന്നെ ഒരു ഫാന്, പിന്നെ ഒരു ബാത്റൂം. അങ്ങനെ നമുക്ക് ഒരു ദിവസം കുളിച്ച് മാറ്റാനും ഒന്ന് ഉറങ്ങാനും പറ്റിയ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമായിരുന്നു. മൂകാംബികയിലും ദേവസ്വത്തിൻ്റെ റേറ്റ് കുറഞ്ഞ റൂമുകളൊക്കെ ലഭ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ റൂമുകളൊന്നും കിട്ടിയിട്ടില്ല, ഒക്കെ ഫുള്ളാണെന്നാണ് നമ്മൾ ഓൺലൈനായിട്ട് നോക്കിയപ്പോഴും അല്ലാതെയും ഒക്കെ അറിയാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളായാലും പോകുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കുക. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ആ റൂമുകൾ തന്നെയാണ്. അതാവുമ്പോൾ നമുക്കൊരു കുറഞ്ഞ ചാർജേ റൂമുകൾക്കൊക്കെ വരുള്ളൂ. 1000-ൽ താഴെ ചാർജ് മാത്രമേ അവിടുത്തെ റൂമുകൾക്കൊക്കെ നമ്മൾ വരുള്ളൂ. ഇങ്ങനെയുള്ള റൂമുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഏതൊരു സ്ഥലത്ത് പോയാലുള്ളൊരു അനുഭവം കൊണ്ട് പറയാണ്. അങ്ങനെ ദേവസ്വത്തിൻ്റെ റൂമുകളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് എവിടെ ആയാലും ആ റൂമുകളൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് എപ്പോഴും ഫുള്ളായി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കേൾക്കാറുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. പഴനി പോയപ്പോഴാണ് നമുക്ക് ആ ദേവസ്വത്തിൻ്റെ ഒരു റൂം നമ്മൾ കിട്ടിയത്. അത് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം ഞങ്ങൾ ആ പഴനി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങളുടെ എക്സ്പീരിയൻസ് അറിയേണ്ടവരുണ്ടെങ്കിൽ ആ വീഡിയോയിലൊന്ന് പോയി കാണും. ഞങ്ങൾ താമസിച്ച ലോഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു മൂകാംബിക ക്ഷേത്രം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ലോഡ്ജിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് കുടജാത്രിയിലേക്കുള്ള ജീപ്പുകളും കിട്ടും. മൂകാംബികയിൽ എത്തിയിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ വഴിപാടുകളെ കുറിച്ചിട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ മംഗളമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ട വഴിപാടുകളൊക്കെ എഴുതിയെടുത്ത് അവരുടെ ഒരു പ്രതിനിധിയെ തന്നെ ഞങ്ങളുടെ കൂടെ അയച്ചു. ഞങ്ങൾക്കൊപ്പം വേറെയും മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തി അവിടെ കുറച്ച് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ശേഷം ഞങ്ങൾ എഴുത്തിനിരുത്തുന്ന ഭാഗത്തേക്കാണ് പോയത്. ओम हरे श्री गणपतये नमः। ओम हरे श्री गणपतये नमः। A B C D E A B C D E अविघ्नमस्तु अविघ्नमस्तु दೊಡ್ಡ ಭಾಗೆ ನಾವತ್ತು ಅವಿಘ್ನ എല്ലാ വഴിപാടുകൾക്കും ശേഷം ഞങ്ങളെ അമ്പലത്തിനുള്ളിലേക്ക് കയറാനുള്ള വരിയിൽ വരെ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. തൊഴുതിറങ്ങുമ്പോഴേക്കും അന്നദാനത്തിനുള്ള സമയമായിരുന്നു. അവിടുത്തെ അന്നപ്രസാദത്തിൽ പങ്കെടുത്തതും ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നും വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. അതിനുശേഷം സൗപർണിക തേടി ഗൂഗിൾ മാപ്പ് നോക്കി നടന്നതും പിന്നെ വൈകുന്നേരം വരെ അവിടെ ചിലവഴിച്ചതും ഞങ്ങളുടെ യാത്രയ്ക്ക് കൂടുതൽ മധുരം കൂട്ടിയ അനുഭവങ്ങളായിരുന്നു. മൂകാംബികയിൽ എത്തിയിട്ട് 3 അംബികമാരെയും തൊഴണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വരിയിൽ പോയി നിന്ന് ദേവിയെ തൊഴുക എന്നുള്ളതാണ്.
എവിടെ ചെന്നാലും മാറ്റമില്ലാതെ തുടരുന്ന ചില ആചാരങ്ങളുണ്ട്. അതിലൊന്നാണ് ഷോപ്പിംഗ്. അപ്പോൾ ഞങ്ങളുടെ ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് അന്ന് കഴിപ്പിച്ച വഴിപാടിൻ്റെയൊക്കെ പ്രസാദം തന്നിരുന്നു. 2 ദിവസത്തെ യാത്രയിൽ ഒരു ദിവസം അവസാനിച്ചു. അടുത്ത ദിവസം നേരത്തെ തന്നെ കുടജാദ്രി യാത്രയ്ക്ക് ഒരുങ്ങണം. ഈ ഒരു വീഡിയോ ഞങ്ങളുടെ ആദ്യ മൂകാംബിക യാത്രയിൽ ഓർമ്മച്ചെപ്പിൽ സൂക്ഷിക്കാൻ കൊതിക്കുന്ന ഞങ്ങളുടെ അനുഭവങ്ങളാണ്. നമ്മൾ ആദ്യമായി ഒരു യാത്ര പുറപ്പെടുമ്പോൾ വ്യക്തമായ പ്ലാനിങ്ങും അറിവുമില്ലെങ്കിൽ ആ യാത്രയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പലതും ഉണ്ടാവും. അതിലേറ്റവും വിലപ്പെട്ടതാണ് സമയം. കിട്ടുന്ന സമയം നല്ല രീതിയിൽ ചിലവഴിക്കാൻ കഴിയുക, കൂടെയുള്ളവർക്കും അത് പകർന്നു നൽകാൻ കഴിയുക. നിങ്ങളുടെ മുൻപത്തെ യാത്രാനുഭവങ്ങളിൽ നിന്നാണ് എല്ലാം പ്ലാൻ ചെയ്തു പോകാനുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയത്. ഈ യാത്രാനുഭവം ആർക്കെങ്കിലും ഉപകാരമാവുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ജീവിതത്തിൽ നല്ല യാത്രാനുഭവങ്ങൾ സമ്പാദിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.